ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ്. അപ്പൊ നമ്മൾ ഇന്ന് ഇൻട്രൊഡക്ഷൻ ടു ബേസിക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന്റെ നമ്മുടെ സബ്ജക്റ്റ് ആയിട്ടുള്ള ബേസിക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമ്മുടെ സബ്ജക്ട് കോഡ് വന്നിട്ട് GZEST204 ആണ്. ഓക്കെ, അപ്പൊ ഗ്രൂപ്പ് സിയിൽ വരുന്ന ഒരു സബ്ജക്റ്റ് ആണ് ഇത്. ആൻഡ് ഇതിന്റെ കോഴ്സ് കോഡ് ഞാൻ ഓൾറെഡി പറഞ്ഞു. ആൻഡ് ഇതിന്റെ മാർക്ക് സ്പ്ലിറ്റ് അപ്പ് എന്ന് പറയുന്നത്, അതായത് നിങ്ങൾക്ക് എക്സാമിന് ടോട്ടൽ 100 മാർക്സിനാണ് വരിക. അതിൽ നിങ്ങളുടെ ഇന്റേണൽ മാർക്ക് എത്രയാണ്, നമ്മുടെ മെയിൻ എക്സാമിന്റെ യൂണിവേഴ്സിറ്റി എക്സാമിന്റെ മാർക്ക് എത്രയാണ്, അങ്ങനെയുള്ള ഒരു ജസ്റ്റ് ഒരു കാര്യങ്ങളാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷന്റെ മാർക്സ്, ദാറ്റ് ഇസ് 40 മാർക്സ് ആണ് നിങ്ങൾക്ക് വരുന്നത്. ആൻഡ് എൻഡ് സെമസ്റ്റർ എക്സാമിനേഷൻ മാർക്സ്, നിങ്ങളുടെ യൂണിവേഴ്സിറ്റി എക്സാമിന്റെ മാർക്സ് ടോട്ടൽ 60 മാർക്സ് ആണ് വരുന്നത്. ആൻഡ് ഇതിന്റെ തിയറി അവേഴ്സ് എന്ന് പറയുന്നത്, ലെക്ചർ അവേഴ്സ് എന്ന് പറയുന്നത് 4 അവേഴ്സ് ആണ്. ഓക്കെ, പെർ വീക്ക്, ഒരു വീക്കിന് 4 അവേഴ്സ് ആണ് വരിക. പിന്നെ ക്രെഡിറ്റ്സ് എന്ന് പറയുന്നത്, ഇതൊരു കോർ പേപ്പർ ആണ്. സോ എന്താണ്, 4 ക്രെഡിറ്റ്സ് ഉണ്ട്. ആൻഡ് അതുപോലെ പ്രീ റിക്വസൈറ്റ്സ്, ഏതെങ്കിലും സബ്ജക്ട് ഇത് പഠിക്കാൻ വേണ്ടി മുൻകൂട്ടി അറിയണോ എന്നാണ്, ഇല്ല, നിങ്ങൾക്ക് ഇതാണ് ഇതിന്റെ ബേസ്. ഇനി കോഴ്സ് ടൈപ്പ് എന്ന് പറയുന്നത് തിയറിയാണ്, തിയറി സബ്ജക്റ്റ് ആണ്. അപ്പൊ അത്രയാണ് ഒരു ബേസ് ഐഡിയ എന്ന് പറയുന്നത് ഈ ഒരു സബ്ജക്റ്റിന്റെ. പിന്നെ ഇതിന്റെ കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷന്റെ മാർക്സ് 40 ആണെന്ന് പറഞ്ഞു. ആ 40 മാർക്സ് ഏതൊക്കെ ഏരിയ എന്നാണ് സ്പ്ലിറ്റ് അപ്പ് വരുന്നത് നോക്കിയാലോ. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷൻ മാർക്സ് CIE. അറ്റൻഡൻസിന് 5 മാർക്സ് ഉണ്ട്. അപ്പൊ പ്രോപ്പർ ആയിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്ത് അറ്റൻഡൻസ് ഒക്കെ പ്രോപ്പർ ആയിട്ട് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 5 മാർക്സ് അവിടെ ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ പ്രൊജക്റ്റിന് 15 മാർക്സ് വരുന്നുണ്ട്. ഈ പ്രൊജക്ട് അല്ലെങ്കിൽ അസൈൻമെന്റ് എന്നുള്ള രീതിയിലാണ് കേട്ടോ, അതിനൊരു 15 മാർക്സ്. പിന്നെ ഇന്റേണൽ എക്സാമിനേഷൻ 1, അതായത് നിങ്ങൾ സീരീസ് ടെസ്റ്റ് നടത്തും അല്ലെ, അതിന് 10 മാർക്സ് ഉണ്ട്. പിന്നെ ഇന്റേണൽ എക്സാമിനേഷൻ 2, അതിന് വീണ്ടും ഒരു 10 മാർക്സ് ഉണ്ട്. സോ നമുക്ക് നിങ്ങളുടെ കയ്യിലാണ് ഈ മാർക്സ് എത്രയാണ് സ്കോർ ചെയ്യുക എന്നുള്ളതൊക്കെ. അപ്പൊ അതിന് ടോട്ടലി 40 മാർക്സ് ആണ് വരുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് യൂണിവേഴ്സിറ്റി എക്സാം നടത്തുന്ന ഒരു 60 മാർക്സ് ആണ്. സോ നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും. അപ്പൊ 60 മാർക്സിന്റെ ഈ ഒരു സബ്ജക്റ്റിലെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ എങ്ങനെയാണ് വരുന്നത് നോക്കാം. എൻഡ് സെമസ്റ്റർ എക്സാമിനേഷൻ 60 മാർക്സിനാണ്. അത് നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസിന് അനുസരിച്ചിട്ടാണ് ആ മാർക്ക് വരിക. ആൻഡ് അതിൽ പാർട്ട് എ എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ടാവും, പാർട്ട് ബി എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ടാവും. പാർട്ട് എയില് എല്ലാ ക്വസ്റ്റ്യനും മാൻഡേറ്ററി ആയിട്ട് അറ്റൻഡ് ചെയ്യണം. ആൻഡ് പാർട്ട് എയില് ഓരോ മൊഡ്യൂൾ, നിങ്ങൾക്ക് മൊത്തം എത്ര മൊഡ്യൂൾ ഉണ്ട്, 4 മൊഡ്യൂൾ ആണ് ഉള്ളത്. ഓരോ മൊഡ്യൂളിൽ നിന്നും 2 ക്വസ്റ്റ്യൻ വീതമാണ് ഉള്ളത്. സോ 4 മൊഡ്യൂളിൽ നിന്നായിട്ട് 8 ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് ഉണ്ടാവുക. ആ 8 ക്വസ്റ്റ്യനും പാർട്ട് എയില് അറ്റൻഡ് ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ്. ഓക്കെ, അപ്പൊ 2 ക്വസ്റ്റ്യൻസ് ഫ്രം ഈച്ച് മൊഡ്യൂൾ, ടോട്ടൽ 8 ക്വസ്റ്റ്യൻസ്, ഈച്ച് ക്യാരി 3 മാർക്സ്. അപ്പൊ ഓരോ ക്വസ്റ്റ്യനും എത്ര മാർക്സ് വീതമാണ് നിങ്ങൾക്ക് ഒബ്റ്റെയിൻ ചെയ്യുക, 3 മാർക്സ് വീതമാണ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഇനി പാർട്ട് ബിയിലേക്ക് നോക്കാം. പാർട്ട് ബിയിലാണെങ്കിൽ 2 ക്വസ്റ്റ്യൻ ഉണ്ടാവും ഈച്ച് മൊഡ്യൂളിൽ നിന്നും. ആൻഡ് any one of the questions should be attended, out of which one question should be attended. And ഈ ഒരൊറ്റ ക്വസ്റ്റ്യന് എത്ര സബ്ഡിവിഷൻസ് വരെ ഉണ്ടാവാം, 3 സബ്ഡിവിഷൻസ് വരെ ഉണ്ടാവാം. അതായത് 1A B C അങ്ങനെ 3 സബ്ഡിവിഷൻസ് വരെ ഉണ്ടാവാം എന്നുള്ളതാണ്. ഓക്കെ, ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 9 മാർക്ക്. അപ്പൊ 9 മാർക്കാണ് ഓരോ ക്വസ്റ്റ്യനും ഉണ്ടാവുക. ഓക്കെ, അപ്പൊ വേണമെങ്കിൽ സബ്ഡിവിഷൻ ഉണ്ടാവാം, അല്ലെങ്കിൽ 9 മാർക്കിന്റെ ഒരു essay ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിക്കാം എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ഇതാ 4 into 6 that is equal to 24. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ എന്താ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ എന്ന് പറയുന്നത്. സോ ടോട്ടൽ 60 മാർക്സ് ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്താണ് മൊഡ്യൂൾ 1-ല് നമുക്ക് എന്താണ് പഠിക്കാനുള്ളത് നോക്കാം. ജനറേഷൻ ഓഫ് ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജസ്. ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജസിന്റെ ജനറേഷൻ എന്ന് പറയുന്നത് ഏത് പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ്, ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനെ ബേസ് ചെയ്തിട്ടാണ്. ആൻഡ് എങ്ങനെയാണ് ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജസിന്റെ ജനറേഷൻ എന്നുള്ളത് ഈ ഒരു സെക്ഷനിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് അതാണ് പഠിക്കാനുള്ളത്, ജനറേഷൻ ഓഫ് ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജസ്. ഓക്കെ, ആൻഡ് അതിന്റെ എന്താണ് പ്രിൻസിപ്പിൾ. ഓക്കെ, ആൻഡ് ഇനി
എലമെന്ററി ജനറേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ AC ജനറേറ്ററിന്റെ അൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ജനറേറ്ററിന്റെ എലമെന്റ്സ് ഓരോ ബ്ലോക്ക് ഡയഗ്രാമിൽ വരുന്ന ഓരോ സെക്ഷൻസ് പഠിക്കാനുണ്ട്. പിന്നെ റെപ്രസെന്റേഷൻ ഓഫ് AC വോൾട്ടേജസ് ആൻഡ് കറന്റ്സ്, ഒരു AC വോൾട്ടേജിനെ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. സിനുസോയിഡൽ വേവ് ഫോംസിനെ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക, അതിന്റെ ഫ്രീക്വൻസി എന്താണ്, പീരിയഡ് എന്താണ്, ആവറേജ് ആൻഡ് RMS വാല്യൂസ് എന്തൊക്കെയാണ്, ഫോം ഫാക്ടർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ അതിന്റെ സിമ്പിൾ ന്യൂമറിക്കൽ പ്രോബ്ലംസും നിങ്ങൾക്ക് ഈ ഒരു മൊഡ്യൂൾ 1 ഈ ഒരു സെക്ഷനിൽ നിന്ന് വരുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? ഇനി DC സർക്യൂട്ട്സ്, അതായത് നമുക്ക് വോൾട്ടേജ് സോഴ്സ് ആയിട്ട് കൊടുക്കാൻ പറ്റിയിട്ട് DCയും ACയും കൊടുക്കാൻ വേണ്ടി പറ്റും ഒരു സർക്യൂട്ടിലേക്ക്. സോ ഒരു DC സപ്ലൈ നമ്മൾ ഒരു ഇൻപുട്ട് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ആ സർക്യൂട്ടിന്റെ അനാലിസിസ് നമുക്ക് നോക്കാനുണ്ട്. DC മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. DC മീൻസ് ഈ ഒരു സെക്ഷനിൽ DC ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. DC സർക്യൂട്ട്സ്, അതിൽ തന്നെ റെസിസ്റ്റൻസ് എങ്ങനെയാണ് സീരീസ് ആൻഡ് പാരലലി കണക്ട് ചെയ്യുന്നത്, അതിന്റെ ഇക്വലന്റ് റെസിസ്റ്റൻസ് ഒക്കെ എങ്ങനെയാണ് വരിക, അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഓംസ് ലോ, ഓംസ് ലോ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ? At a constant temperature, current flowing through a conductor is directly proportional to the potential difference across its ends. നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും ചെറിയ ക്ലാസ്സുകളിൽ. അപ്പൊ ഓംസ് ലോ എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ പഠിക്കുന്ന ആളുകൾക്ക് എന്തായാലും അറിഞ്ഞിരിക്കേണ്ട നമ്മൾ എവിടെ യൂസ് ചെയ്യുന്ന ഒരു ഫോർമുലയാണ്. സോ നമുക്ക് ഓംസ് ലോ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മുടെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ ഈ ഒരു മൊഡ്യൂളിൽ ആണ് നമ്മൾ ഓംസ് ലോനെ പറ്റി പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ അവിടെ സീരീസ് ആൻഡ് പാരലൽ റെസിസ്റ്റൻസിനെ പറ്റി പഠിക്കുന്നുണ്ട്, ഓംസ് ലോനെ പറ്റി പഠിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് പഠിക്കാനുള്ള ലോ ആണ് കിർച്ചോഫ്സ് ലോ. കിർച്ചോഫ്സിന് ബേസിക്കലി കിർച്ചോഫ്സ് 2 ലോനെ പറ്റി പറയുന്നുണ്ട്. നമുക്ക് ഒരു സർക്യൂട്ട് അനലൈസ് ചെയ്തിട്ട് അതിന്റെ കറന്റ് ആൻഡ് വോൾട്ടേജ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കിർച്ചോഫ്സ് ലോ ഉണ്ട്, കിർച്ചോഫ്സ് കറന്റ് ലോയും ഉണ്ട്, കിർച്ചോഫ്സ് വോൾട്ടേജ് ലോയും ഉണ്ട്. സോ കിർച്ചോഫ്സ് കറന്റ് ലോയും വോൾട്ടേജ് ലോയും നമുക്ക് പഠിക്കാനുണ്ട്. അതിന്റെ സിമ്പിൾ ന്യൂമറിക്കൽ പ്രോബ്ലംസ് പഠിക്കാനുണ്ട്. ഈ മൊഡ്യൂൾ 1 വരുന്നത് അടുത്തത് AC സർക്യൂട്ട്സിനെ പറ്റി നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. AC സർക്യൂട്ട്സിൽ പ്യൂർലി റെസിസ്റ്റീവ്, പ്യൂർലി ഇൻഡക്റ്റീവ്, പ്യൂർലി കപ്പാസിറ്റീവ് സർക്യൂട്ട്സിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അതുപോലെ ഇൻഡക്ടർ, കപ്പാസിറ്റർ, റെസിസ്റ്റർ. റെസിസ്റ്ററിന്റെ എന്താണ് നമുക്കറിയാം, റെസിസ്റ്റൻസ് ആണ് അല്ലെ? റെസിസ്റ്റൻസ് ആണ് അതിന്റെ യൂണിറ്റ് എന്നറിയാം. ഇനി ഇൻഡക്ടറിന്റെയും കപ്പാസിറ്ററിന്റെയും റെസിസ്റ്റൻസ്, അതായത് ഇംപിഡൻസ് വാല്യൂ, അതായത് ഇൻഡക്റ്റീവ് റിയാക്ടൻസും കപ്പാസിറ്റീവ് റിയാക്ടൻസും എന്താണെന്നുള്ളത് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഇനി ഇതിന്റെ ടോട്ടൽ ഇംപിഡൻസ് കോൺസെപ്റ്റും നമുക്ക് പഠിക്കാനുണ്ട്. കപ്പാസിറ്റീവ് ആൻഡ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ്, കോൺസെപ്റ്റ് ഓഫ് ഇംപിഡൻസ്. ഓക്കെ, ഇതിന്റെ സിമ്പിൾ ന്യൂമറിക്കൽ പ്രോബ്ലംസും നമ്മൾ ഈ ഒരു സെക്ഷനിൽ കവർ ചെയ്യും. ഇനി 3-phase AC സിസ്റ്റത്തിനെ പറ്റി പഠിക്കാനുണ്ട്. റെപ്രസെന്റേഷൻ ഓഫ് 3-phase വോൾട്ടേജസ്, സ്റ്റാർ ടു ഡെൽറ്റ കണക്ഷൻസ് ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റാർ ഡെൽറ്റ കണക്ഷൻസ്, സ്റ്റാർ ടു ഡെൽറ്റ, ഡെൽറ്റ ടു സ്റ്റാർ കൺവേർഷൻസ് ഒക്കെ ഈ ഒരു സെക്ഷനിൽ പഠിക്കും. ആൻഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലൈൻ ആൻഡ് ഫേസ് വോൾട്ടേജും അതുപോലെ ലൈൻ ആൻഡ് ഫേസ് കറന്റ്, അതിനെപ്പറ്റി നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഇനി AC സർക്യൂട്ട്സ് ആണ്. ഓക്കെ, AC സർക്യൂട്ട്സിന്റെ പവർ, അതാണ് ലാസ്റ്റ് ഒരു സെക്ഷൻ വരുന്നത്. ഇതിലാണ് നമുക്ക് പവർ ഫാക്ടർ, ആക്റ്റീവ്, റിയാക്റ്റീവ് ആൻഡ് അപ്പാരന്റ് പവേഴ്സിനെ പറ്റി പഠിക്കാനുണ്ട്. ഇൻ സിംഗിൾ ഫേസ് ആൻഡ് 3-phase സിസ്റ്റംസ്. ഓക്കെ, അതിന്റെ ന്യൂമറിക്കൽ പ്രോബ്ലംസും. അപ്പൊ ഇതിന് എന്താ പറയുക, പവർ ഫാക്ടർ, ആക്റ്റീവ്, റിയാക്റ്റീവ് ആൻഡ് അപ്പാരന്റ് പവർ എന്താണെന്നുള്ളത് പഠിക്കാനുണ്ട് ഓഫ് സിംഗിൾ ഫേസ് ആൻഡ് 3-phase സിസ്റ്റംസ്. ആൻഡ് അതിന്റെ സിമ്പിൾ ന്യൂമറിക്കൽ പ്രോബ്ലംസും. അപ്പൊ ഇത്രയാണ് നമ്മുടെ മൊഡ്യൂൾ 1 നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. മൊഡ്യൂൾ 1 ബേസിക്കലി ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിലെ ഇലക്ട്രിക്കൽ സെക്ഷൻ ആണ് ഇതിൽ വരുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഇനി നമുക്ക് മൊഡ്യൂൾ 2 നോക്കാം. മൊഡ്യൂൾ 2 ബേസിക്കലി ജനറേറ്റിംഗ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി. ഒരു ഇലക്ട്രിക്കൽ എനർജി എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നത്? ബേസിക്കലി നമുക്കറിയാം ഡിഫറെന്റ് മെത്തേഡ്സ് ഉണ്ട്. നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്ന ഡിഫറെന്റ് മെത്തേഡ്സ്. അതിൽ കൺവെൻഷണൽ സോഴ്സ് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നത്, ആൻഡ് എന്തൊക്കെയാണ് നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസ് എന്നുള്ളത് നമുക്ക് പഠിക്കാനുണ്ട്. ആൻഡ് ഇതിൽ വന്നിട്ട് കൺവെൻഷണലിൽ ഏതൊക്കെയുണ്ട്? ഹൈഡ്രോ, തെർമൽ, ന്യൂക്ലിയർ പവർ പ്ലാന്റ്, ഇതിന്റെയൊക്കെ ബ്ലോക്ക് ഡയഗ്രാം. നോൺ കൺവെൻഷണൽ വന്നിട്ട് സോളാർ, വിൻഡ്, സ്മോൾ ഹൈഡ്രോ പവർ പ്ലാന്റ്, PV സിസ്റ്റം, ഡൊമസ്റ്റിക് ആപ്ലിക്കേഷൻ ഒക്കെ യൂസ്, അതായത് ഫോട്ടോവോൾട്ടിക് സിസ്റ്റം ഫോർ ഡൊമസ്റ്റിക് ആപ്ലിക്കേഷൻ, ഇതിന്റെ ഒക്കെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഇനി അടുത്തൊരു സെക്ഷൻ വന്നിട്ട് ട്രാൻസ്ഫോമേഴ്സ് ആണ്. ഓക്കെ, ട്രാൻസ്ഫോമേഴ്സ് ആണ്. ട്രാൻസ്ഫോമേഴ്സ് എന്ത് ബേസിലാണ് വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ?
ഇൻഡക്ടർ ആണ് ബേസിക്കലി. രണ്ട് ഇൻഡക്ടറിന്റെ മ്യൂച്വൽ ഇൻഡക്ടൻസ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി വെച്ചിട്ട് വർക്ക് ചെയ്യുന്നതാണ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ പഠിക്കാനുണ്ട്. അതുപോലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രാൻസ്ഫോമേഴ്സ്, സ്റ്റെപ്പ് അപ്പ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമേഴ്സ്, അത് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അതിൽ വരുന്ന വ്യത്യാസങ്ങൾ എന്താണ്, സ്റ്റെപ്പ് അപ്പ് സ്റ്റെപ്പ് ഡൗൺ എവിടേക്കാണ് യൂസ് ചെയ്യുക, അത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ആ ഒരു സെക്ഷനിൽ പഠിക്കാനുണ്ട്. പിന്നെ AC പവർ സപ്ലൈ സ്കീംസ് നമുക്ക് പഠിക്കാനുണ്ട്. സിംഗിൾ ഫേസ് ആൻഡ് 3 ഫേസ് സിസ്റ്റം, 3 ഫേസ് 3 വയർ ആൻഡ് 4 വയർ സിസ്റ്റം. അപ്പൊ ഇത് നിങ്ങൾ AC പവർ സപ്ലൈ സ്കീമിൽ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ നിങ്ങൾ അവിടെ ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യൂ കേട്ടോ. ഇനി ഈ ഒരു മൊഡ്യൂളിൽ വരുന്നതാണ് ട്രാൻസ്മിഷൻ സിസ്റ്റം ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ബേസിക്കലി ട്രാൻസ്മിഷൻ സിസ്റ്റം ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം കൂടിയിട്ട് നമുക്ക് ഒരു എന്താ ഇലക്ട്രിക്കലിന്റെ ഹയർ ബ്രാഞ്ചസ്, ഇലക്ട്രിക്കലുകാർ പഠിക്കുന്ന ഒരു പവർ സിസ്റ്റം എന്ന് പറയുന്ന ഒരു ടോപ്പ് നോട്ട് സബ്ജക്ട് ഉണ്ട്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേസിക്കലി നമ്മുടെ പവറിന്റെ ജനറേഷനും അതിന്റെ ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളൊക്കെയാണ്. അതായത് ട്രാൻസ്മിഷൻ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ പവർ സ്റ്റേഷനിൽ, പവർ പ്ലാന്റിൽ എങ്ങനെയാണ് പവർ ജനറേറ്റ് ചെയ്ത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എന്നുള്ളതും, ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ നമ്മൾ പഠിക്കുന്നത് ബേസിക്കലി അത് എങ്ങനെയാണ് കൺസ്യൂമറിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളത്. ആൻഡ് അതിന് വരുന്നതാണ് ഈ ഫീഡർ ആൻഡ് ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറയുന്നത്. ഫീഡർ എന്ന് പറയുന്നത് പവർ പ്ലാന്റിൽ നിന്നും ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ലൈനിനെയാണ് നമ്മൾ ഫീഡർ എന്ന് പറയുന്നത്. ആൻഡ് ഡിസ്ട്രിബ്യൂട്ടർ ഇസ് ബേസിക്കലി എന്താണ്, നമ്മുടെ ഓരോ ഇൻഡിവിജ്വൽ ഏരിയയിലേക്കും സപ്ലൈ ചെയ്യുന്ന ആ ഒരു ലൈനിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിസ്ട്രിബ്യൂട്ടർ ലൈൻ എന്ന് പറയുന്നത്. സോ എന്താണ് ഫീഡർ, എന്താണ് ഡിസ്ട്രിബ്യൂട്ടർ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആൻഡ് സർവീസ് മെയിൻസ് എന്താണെന്നല്ലേ, സർവീസ് മെയിൻസ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ഹൗസ് ഹോൾഡിൽ വരുന്ന ഫൈനൽ കണക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സർവീസ് മെയിൻസ് എന്ന് പറയുന്നത്. മെയിൻ സപ്ലൈ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. സോ അത് അപ്പൊ അതിനെ പറ്റിയിട്ടും പഠിക്കാനുണ്ട്. ഇനി പിന്നെ ഈ സെക്ഷനിൽ വരുന്നത്, ഈ ഒരു മൊഡ്യൂളിൽ വരുന്നത് ടൈപ്സ് ഓഫ് മോട്ടേഴ്സ് ആണ്. മോട്ടർ എന്ന് പറയുന്നത് എന്താ, ബേസിക്കലി ഇലക്ട്രിക്കൽ എനർജീനെ മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം. അപ്പൊ അത്ര ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോട്ടേഴ്സ് നമ്മൾ പഠിക്കാനുണ്ട്. എന്താ ഒരു ബേസിക് വർക്കിംഗ് പ്രിൻസിപ്പിൾ മോട്ടറിന്റെ, ആൻഡ് അതിൽ തന്നെ എന്താണ് ബ്ലോക്ക് ഡയഗ്രാം പഠിക്കാനുണ്ട്, പവർ സ്റ്റേജസ്, ലോസസ് ആൻഡ് എഫിഷ്യൻസി, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ആൻഡ് അതിന്റെ സിമ്പിൾ ന്യൂമറിക്കൽ പ്രോബ്ലംസും ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി ഇൻട്രൊഡക്ഷൻ ടു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് DC ആൻഡ് AC മോട്ടോഴ്സ് മൊഡ്യൂൾ 1 വരുന്ന, മൊഡ്യൂൾ 2 വരുന്ന അടുത്ത ടോപ്പിക് ആണ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ classification and different types of DC and AC motors. Different classification based on different types of AC and DC motors പഠിക്കാനുണ്ട്. പ്രിൻസിപ്പിൾ ഓഫ് ട്രാക്ഷൻ ആൻഡ് ഇറ്റ്സ് അപ്ലിക്കേഷൻ. എന്താണ് ട്രാക്ഷൻ എന്ന് പറയുന്ന ടേം നിങ്ങൾ ഓൾറെഡി കുറെ തവണയായിട്ട് കേട്ടിട്ടുണ്ടാവും. അപ്പൊ ട്രാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, അതിന്റെ അപ്ലിക്കേഷൻസ് എന്താണ് എന്നൊക്കെ ഉള്ളത്. അപ്പൊ മോട്ടോർ സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ ഒരു ഇതാണ് ട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു സെക്ഷനിൽ എത്തുമ്പോൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സെക്ഷൻ ആണ്. ആൻഡ് പിന്നെ നമുക്ക് ഈ മൊഡ്യൂളിൽ കവർ ചെയ്യാനുള്ളത് എർത്തിങ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. എർത്തിങ്ങില് നമുക്ക് ബേസിക്കലി എന്തിനാണ് എർത്തിങ്, ടൈപ്സ് ഓഫ് എർത്തിങ്, അതിൽ തന്നെ പൈപ്പ് എർത്തിങ്, പ്ലേറ്റ് എർത്തിങ് ഒക്കെ പഠിക്കാനുണ്ട്. ആൻഡ് പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ MCB, മിനിയേച്ചർ സർക്യൂട്ട് ബോർഡ്, ഇതെന്തിനാണെന്നുള്ളത്. ഓക്കെ, മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ, ഓക്കെ, ഓവർലോഡ് ഒക്കെ വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് സർക്യൂട്ട് ബ്രേക്കർ കട്ടാവുന്ന ഒരു ഓപ്പറേഷൻ. അപ്പൊ അതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ELCB ആൻഡ് RCCB, ഇലക്ട്രിക് ഷോക്സ് തടയുന്ന സേഫ്റ്റി ഡിവൈസ് ആണ്. അപ്പൊ അതിനെ പറ്റി നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ആൻഡ് ഇത്രയൊക്കെയാണ് നമുക്ക് മൊഡ്യൂൾ 2 വന്നിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, ക്ലിയർ ആണോ? ഇനി ഇപ്പൊ ഞാൻ പറഞ്ഞ 2 മൊഡ്യൂൾസും ബേസിക്കലി ഇലക്ട്രിക്കൽ ബേസിസിലാണ് വരുന്നത്, ഇലക്ട്രിക്കലിന്റെ അണ്ടറിൽ വരുന്നതാണ്. ഇനി മൊഡ്യൂൾ 3 and 4 പ്യുവർലി ഇലക്ട്രോണിക്സ് ആണ്. സോ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് നോക്കാം. മൊഡ്യൂൾ 3 വന്നിട്ട് ഇൻട്രൊഡക്ഷൻ ടു സെമി കണ്ടക്ടർ ഡിവൈസസ് ആണ്. അപ്പൊ ഇത് വന്നിട്ട് ഇലക്ട്രോണിക് കമ്പോണൻസ്, അതായത് ഇലക്ട്രോണിക്സിൽ വരുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കമ്പോണൻസ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അതിന് വരുന്ന മെയിൻ ക്ലാസിഫിക്കേഷൻ ആണ് പാസീവ് ആൻഡ് ആക്റ്റീവ് കമ്പോണൻസ് എന്ന് പറയുന്നത്. പാസീവ് കമ്പോണൻസ് എന്ന് പറയുന്നത് ഒരു സർക്യൂട്ടിലേക്ക് നമ്മൾ കൊടുക്കുന്ന എനർജിയെ അല്ലെങ്കിൽ ഒരു സപ്ലൈ വോൾട്ടേജിനെ യൂട്ടിലൈസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഡിവൈസസിനെയാണ് അല്ലെങ്കിൽ കമ്പോണൻസിനെയാണ് നമ്മൾ പാസീവ് കമ്പോണൻസ് എന്ന് പറയുന്നത്. ആക്റ്റീവ് കമ്പോണൻസ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും തരത്തില് സിഗ്നലിന്റെ ചേഞ്ച്, ആംപ്ലിഫിക്കേഷൻ പോലുള്ള ഓപ്പറേഷനെ ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പവർ കൊടുക്കാൻ കഴിയുന്ന കേപ്പബിലിറ്റി ഉള്ള ഡിവൈസസിന്, ഫോർ എക്സാമ്പിൾ ഒരു പവർ സപ്ലൈ ഒക്കെ എന്താണ്, ആക്റ്റീവ്
ആക്റ്റീവ് ഡിവൈസ് ആണ്. അപ്പൊ ആക്റ്റീവ് ഡിവൈസസിനെ പറ്റി പഠിക്കാനുണ്ട്, പാസീവ് ഡിവൈസസിനെ പറ്റി പഠിക്കാനുണ്ട്. അതില് റെസിസ്റ്റർ, ഈ പാസീവ് കമ്പോണൻസിന് എക്സാമ്പിൾ ആണ് റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഇൻഡക്ടർ തുടങ്ങിയത്. ഇതിൽ കൺസ്ട്രക്ഷണൽ ഫീച്ചേഴ്സ് റിക്വയർഡ് അല്ല. ആൻഡ് ഇതിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ് ബേസിക് കാര്യങ്ങൾ വരുന്നത് എന്നുള്ള ഒരു ജസ്റ്റ് ഒരു ഐഡിയ നിങ്ങൾക്ക് വേണം. പിന്നെ ഇതിന്റെ ടൈപ്സ് വേണം, സ്പെസിഫിക്കേഷൻസ്, അതായത് എത്ര ടൈപ്പ് ഓഫ് റെസിസ്റ്റേഴ്സ് ഉണ്ട്, എത്ര ടൈപ്പ് ഓഫ് കപ്പാസിറ്റേഴ്സ് ഉണ്ട്, എത്ര ടൈപ്പ് ഓഫ് ഇൻഡക്ടേഴ്സ് ഉണ്ട്, ആൻഡ് അതിന്റെ സ്പെസിഫിക്കേഷനും. ആൻഡ് അതുപോലെ ഈ റെസിസ്റ്ററിനാണെന്നുണ്ടെങ്കിൽ കളർ കോഡിംഗ് വാല്യൂസ് ഉണ്ട്, ഡിഫറെന്റ് കളർ കോഡിംഗ് വാല്യൂസ്, അതിന്റെ സ്റ്റാൻഡേർഡ് വാല്യൂസ്, കളർ കോഡിംഗ് ഒക്കെ പഠിക്കാനുണ്ട്. അപ്പൊ മൊഡ്യൂൾ 1 വരുന്ന ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത്. ഇത് ബേസിക്കലി പാസീവ് കമ്പോണൻസിനെ ബേസ് ചെയ്തിട്ടുള്ള സെക്ഷൻ ആണ്. ഇനി ആക്റ്റീവ് കമ്പോണൻസിൽ വരുന്നതാണ് നമ്മുടെ സെമി കണ്ടക്ടർ ഡിവൈസസിൽ വരുന്ന PN ജംഗ്ഷൻ ഡയോഡ് എന്ന് പറയുന്നത്. അപ്പൊ PN ജംഗ്ഷൻ ഡയോഡിനെ പറ്റി നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ ഓഫ് PN ജംഗ്ഷൻ ഡയോഡ്. ഒരു PN ജംഗ്ഷൻ ഡയോഡ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ഒരു P ടൈപ്പ് മെറ്റീരിയൽ, N ടൈപ്പ് മെറ്റീരിയൽ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവില്ലേ നിങ്ങൾ? നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ ഒരു P ടൈപ്പ് മെറ്റീരിയലിനെയും N ടൈപ്പ് മെറ്റീരിയലിനെയും ജോയിൻ ചെയ്തിട്ട് ഒരു PN ജംഗ്ഷൻ ഡയോഡ് എന്ന് പറയുന്ന ഒരു യൂണി ഡയറക്ഷണൽ ഡിവൈസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ്. സോ ആ ഒരു മെറ്റീരിയലിന്റെ എന്താണ്, ആ ഒരു ക്രിയേറ്റ് ചെയ്യുന്ന PN ജംഗ്ഷൻ ഡയോഡിന്റെ വർക്കിംഗ്, VI ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ആൻഡ് അതുപോലെ ഇതിൽ വരുന്ന അടുത്തതാണ് ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത്. അടുത്തൊരു സെമി കണ്ടക്ടർ ഡിവൈസ് ആണ്. ആൻഡ് ട്രാൻസിസ്റ്റേഴ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? നമുക്ക് പല ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ടും നമ്മൾ യൂസ് ചെയ്യുന്ന ട്രാൻസിസ്റ്റേഴ്സിന് നമുക്ക് സ്വിച്ച് ആയിട്ട് യൂസ് ചെയ്യാം, ട്രാൻസിസ്റ്റേഴ്സിന് നമുക്ക് ആംപ്ലിഫിക്കേഷന് വേണ്ടി യൂസ് ചെയ്യാം. അങ്ങനെ കുറെ ആപ്ലിക്കേഷൻ ഉള്ള ഒരു ഇലക്ട്രോണിക് കമ്പോണന്റ് ആണ്, ഒരു ആക്റ്റീവ് കമ്പോണന്റ് ആണ് ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത്. സോ ട്രാൻസിസ്റ്ററിന്റെ NPNന്റെയും PNP ട്രാൻസിസ്റ്റർ, രണ്ട് ടൈപ്പ് ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് ആണ് ബേസിക്കലി ഉള്ളത്. ബേസിക്കലി ബൈപോളാർ ട്രാൻസിസ്റ്റർ പഠിക്കാനുള്ളത്, അതിൽ NPN ഉണ്ട്, PNP ഉണ്ട്. സോ ഇതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് വരുന്നത്, പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ കവർ ചെയ്യാനുള്ളത്. ഇനി മൊഡ്യൂൾ 3 വരുന്ന അടുത്തൊരു സെക്ഷനാണ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്. ഇപ്പൊ ഇത്രയും നമ്മൾ പറഞ്ഞത് ഒക്കെ അനലോഗ് ഇലക്ട്രോണിക്സ് ആണ് കേട്ടോ. ആൻഡ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന സിസ്റ്റം, ഇലക്ട്രോണിക്സിൽ വരുന്ന നമ്മൾ അനലോഗസ് അല്ലാത്ത സീറോസിനെയും വൺസിനെയും മാത്രമായിട്ട് ഡീൽ ചെയ്യുന്ന സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത്. ആൻഡ് നമുക്കറിയാം ഡെസിമൽ നമ്പർ സിസ്റ്റം എന്താണെന്ന് അറിയാം അല്ലെ? ഡെസിമൽ നമ്പർ സിസ്റ്റം ബേസിക്കലി 0 മുതൽ 9 വരെ കൗണ്ട് വാല്യൂസ് വരുന്ന നമ്പർ സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ 0യും 1ഉം മാത്രമേ ഉള്ളൂ. സോ 2 നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. സോ നമുക്ക് ബൈനറി നമ്പർ സിസ്റ്റം എന്താണെന്ന് പഠിക്കാനുണ്ട്. ആൻഡ് അതുപോലെ ബൂളിയൻ ആൽജിബ്ര, അതായത് ബൂളിയൻ ആൽജിബ്ര എന്ന് പറയുന്നത് ബേസിക്കലി ഓപ്പറേഷൻസ് ആണ്. അതായത് 2 നമ്പേഴ്സ് തമ്മിലുള്ള ബൂളിയൻ ഓപ്പറേഷൻസ്, ചില അഡീഷൻ മൾട്ടിപ്ലിക്കേഷൻ പോലെയുള്ള ഓപ്പറേഷൻസ് എങ്ങനെയാണ് ബൂളിയൻ ഓപ്പറേഷൻസ് എങ്ങനെയാണ് നമ്മുടെ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ ചെയ്യുക എന്നുള്ളത്. ആൻഡ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലോജിക് ഗേറ്റ്സ്. അപ്പൊ ഈ ഒരു നമ്പർ സിസ്റ്റം, ബൂളിയൻ ആൽജിബ്ര ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ലോജിക് ഗേറ്റ്സിന്റെ വർക്കിംഗ്, ലോജിക് ഗേറ്റ്സ് നിങ്ങൾ എന്താന്നുള്ളത് ബേസിക് ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ആൻഡ് ഗേറ്റ്, ഓർ ഗേറ്റ്, നോട്ട് ഗേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. സോ ആ ലോജിക് ഗേറ്റ്സിന്റെ ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. എന്തൊക്കെയാണ് യൂണിവേഴ്സൽ ഗേറ്റ്സ്, എന്തുകൊണ്ടാണ് അതിനെ യൂണിവേഴ്സൽ ഗേറ്റ്സ് എന്ന് വിളിക്കുന്നത്? 2 യൂണിവേഴ്സൽ ഗേറ്റ്സ് ഉണ്ട്. ആൻഡ് അതിന് എന്തുകൊണ്ട് യൂണിവേഴ്സൽ ഗേറ്റ്സ് വിളിക്കുന്നു, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സെക്ഷനിൽ കവർ ചെയ്യാനുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? ഇനി അടുത്തത് ബേസിക് ഇലക്ട്രോണിക് സർക്യൂട്ട്സ്. കുറച്ച് ബേസിക് ഇലക്ട്രോണിക് സർക്യൂട്ട്സ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. റെക്ടിഫയേഴ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്, റെക്ടിഫയേഴ്സ്, പവർ സപ്ലൈസ്. ഈ റെക്ടിഫയേഴ്സ് ബേസിക്കലി എന്താ, AC to DC കൺവേർഷൻ നടത്തുന്ന ഡിവൈസസ് ആണ്. മീൻസ് ഒരു സർക്യൂട്ട് ആണ് റെക്ടിഫയേഴ്സ് എന്ന് പറയുന്നത്. റെക്ടിഫയേഴ്സും അതുപോലെ നമ്മുടെ പവർ സപ്ലൈ എന്ന് പറയുന്നത് എന്താ, ബേസിക്കലി പവർ സപ്ലൈ എന്ന് പറയുന്നത് എന്താ, DC സപ്ലൈ ഔട്ട് തരുന്നതാണ്. അപ്പൊ AC to DC കൺവേർഷന്റെ സമയത്ത്, അതായത് നമ്മുടെ മെയിൻ സപ്ലൈ എന്ന് വരുന്നത് എന്താ, നമ്മുടെ വീട്ടിലേക്കുള്ള കണക്ഷൻ ഒക്കെ വരുന്നത് എന്താ, AC ആണല്ലേ. അപ്പൊ ഈ ഒരു AC സപ്ലൈയിൽ നിന്നും വരുന്ന AC വോൾട്ടേജിനെ DC ആക്കുക എന്നുള്ള ഒരു പ്രോസസ്സാണ് പവർ സപ്ലൈ ചെയ്യുന്നത്. സോ ഈ പവർ സപ്ലൈക്ക് അകത്ത് എന്തുണ്ടാവും, റെക്ടിഫയേഴ്സ് ഉണ്ടാവും. സോ ഈ റെക്ടിഫയേഴ്സ് പഠിക്കണം. അതിന് അതുപോലെ പവർ സപ്ലൈ പഠിക്കണം. പവർ സപ്ലൈന്റെ ബ്ലോക്ക് ഡയഗ്രാം ഡിസ്ക്രിപ്ഷൻ ഓഫ് DC പവർ സപ്ലൈ, DC പവർ സപ്ലൈന്റെ ബ്ലോക്ക് ഡയഗ്രാം ഡിസ്ക്രിപ്ഷൻ പഠിക്കാനുണ്ട്. വർക്കിംഗ് ഓഫ് ഫുൾ വേവ് ബ്രിഡ്ജ് ആൻഡ് കപ്പാസിറ്റി ഫിൽറ്റർ, നോ അനാലിസിസ് റിക്വയർ അല്ല. ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയറിനെ പറ്റി പഠിക്കാനുണ്ട്. വർക്കിംഗ് ഓഫ് സിമ്പിൾ സെനർ വോൾട്ടേജ് റെഗുലേറ്റർ. അപ്പൊ ഈ ഡയോഡിന്റെ അപ്ലിക്കേഷൻസ് ആണ് ഈ റെക്ടിഫിക്കേഷൻ, അതിൽ വരുന്നതാണ് ഈ ഒരു ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയർ എന്ന് പറയുന്നത്.
പിന്നെ അടുത്തൊരു ആപ്ലിക്കേഷൻ ആണ് ഡയോഡ് തന്നെയുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആണ് വോൾട്ടേജ് റെഗുലേറ്റർ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് സെനർ ഡയോഡ് എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് ഡയോഡ് ആണ്. സോ അതിനെ പറ്റി അതിൽ വരുന്ന സെനർ വോൾട്ടേജ് റെഗുലേറ്ററിന്റെ വർക്കിംഗ് കാര്യങ്ങളും അതെങ്ങനെയാണെന്ന് പഠിക്കാനുണ്ട്. ഇനി അടുത്ത ഒരു നമ്മുടെ ട്രാൻസിസ്റ്റർ വെച്ച് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സർക്യൂട്ട് ആണ് ആംപ്ലിഫയർ സർക്യൂട്ട് എന്ന് പറയുന്നത്. ആംപ്ലിഫയർ സർക്യൂട്ട് എന്ന് പറയുന്നത് ഒന്നുമല്ല, നമുക്ക് നമ്മളിപ്പോ ഒരു മൈക്ക് വെച്ചിട്ട് സംസാരിക്കുകയാണ്. സോ അത് നമ്മൾ ആംപ്ലിഫൈഡ് സൗണ്ട് ആയിട്ട് നമുക്ക് കേൾക്കും അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ആംപ്ലിഫിക്കേഷൻ പ്രോസസ്സ് എങ്ങനെയാണ് ഒരു ട്രാൻസിസ്റ്റർ വെച്ചിട്ട് ഒരു ആംപ്ലിഫയറിനെ ക്രിയേറ്റ് ചെയ്യുക, എങ്ങനെയാണ് വോൾട്ടേജ് ആംപ്ലിഫിക്കേഷൻ നടക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സെക്ഷനിൽ ആംപ്ലിഫയർ സെക്ഷനിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ ഇതിന്റെ എന്തൊക്കെയാണ് ട്രാൻസിസ്റ്റർ എങ്ങനെയാണ് ആംപ്ലിഫയറിൽ വർക്ക് ചെയ്യുന്നത്, പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റം എന്താണ്, പബ്ലിക് അഡ്രസ്സിംഗ് PAS സിസ്റ്റം. പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഒന്നുമല്ല, നമ്മുടെ നമ്മൾ മൈക്ക് വെച്ചിട്ട് സ്പീക്കറും വെച്ചിട്ട് ഏതെങ്കിലും ഒരു ഗ്യാതറിങ്ങിനെ അഡ്രസ് ചെയ്യുന്ന ആ ഒരു സിസ്റ്റം. അപ്പൊ പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റത്തിന്റെ ബ്ലോക്ക് ഡയഗ്രാമും കാര്യങ്ങളും നിങ്ങൾക്ക് പഠിക്കാനുണ്ട് ഈ മൊഡ്യൂളിൽ. അപ്പൊ ഇത്രയൊക്കെയാണ് നമുക്ക് മൊഡ്യൂൾ 3 പഠിക്കാനുള്ളത്. ഓക്കെ, ഇത് ബേസിക്കലി ഇലക്ട്രോണിക്സ് ആണ്. ഇനി നമുക്ക് മൊഡ്യൂൾ 4 വന്നിട്ട് എന്തൊക്കെയാ പഠിക്കാനുള്ളത് നോക്കാം. ഫസ്റ്റ് ഇൻസ്ട്രുമെന്റേഷൻ ആണ്, ഇലക്ട്രോണിക് ഇൻസ്ട്രുമെന്റേഷൻ. ഇൻസ്ട്രുമെന്റേഷൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ നമുക്കറിയാം കുറെ ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട് അല്ലെ. അപ്പൊ ഈ ഇൻസ്ട്രുമെന്റേഷൻ സിസ്റ്റത്തിൽ നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് സെൻസേഴ്സിനെ പറ്റിയിട്ടാണ്. അപ്പൊ നമുക്ക് നോക്കാം ക്വാണ്ടിറ്റി ഓഫ് മെഷർമെന്റ്സ്. അപ്പൊ ഈ സെൻസേഴ്സിന് നമുക്ക് ഒരു ഇൻസ്ട്രുമെന്റ്സിന് വേണ്ട ബേസിക് പാരാമീറ്റർ ആണ് എന്താ, ഒരു പ്രോപ്പർട്ടി ആണ് അക്യൂറസി, പ്രിസിഷൻ, സെൻസിറ്റിവിറ്റി, റിസൊല്യൂഷൻ എന്നൊക്കെ പറയുന്നത്. സോ ആ ടേംസുകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, ഒരു ഇൻസ്ട്രുമെന്റ് എടുക്കുവാണെങ്കിൽ അതിന് റിസൊല്യൂഷൻ, പ്രിസിഷൻ, സെൻസിറ്റിവിറ്റി, റിസൊല്യൂഷൻ എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ എന്താണ്, ഇമ്പോർട്ടന്റ് ആണ്. സോ അതൊക്കെ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. വർക്കിംഗ് പ്രിൻസിപ്പിൾ ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് സെൻസേഴ്സ്, നമുക്ക് സെൻസേഴ്സിനെ പറ്റി പഠിക്കാനുണ്ട്. അതിൽ തന്നെ പ്രഷർ സെൻസേഴ്സ് ആയിട്ടുള്ള സ്ട്രെയിൻ ഗേജ്, ഇതവിടെ കൊടുത്തിട്ടുണ്ട്, സ്ട്രെയിൻ ഗേജ്, ബോർഡൻ ഗേജ് ഒക്കെ പഠിക്കാനുണ്ട്. പ്രഷർ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ ഒരു സ്ട്രെയിൻ ഗേജിനും ബോർഡൻ ഗേജിനും ഡിഫറെന്റ് മെക്കാനിസം ആണ് ഉള്ളത് ഫോർ പ്രഷർ ഡിറ്റക്ഷൻ. ഇനി ടെമ്പറേച്ചർ സെൻസേഴ്സ് ആയിട്ടുള്ള RTD, തെർമോകപ്പിൾ, ഈ രണ്ട് കാര്യങ്ങളും ടെമ്പറേച്ചർ സെൻസേഴ്സ് പഠിക്കാനുണ്ട്. അതുപോലെ പ്രോക്സിമിറ്റി സെൻസേഴ്സ്, അതായത് പ്രോക്സിമിറ്റി സെൻസേഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ ആൾക്കാരുള്ളപ്പോ കത്തുന്നത്, അതൊക്കെ ബേസിക്കലി ഒരു പ്രോക്സിമിറ്റി സെൻസറിന്റെ വർക്കിംഗ് ആണ്. ആൾക്കാർ ഡിറ്റക്ട് ചെയ്തിട്ട് എന്താണ് എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷൻ സ്വിച്ച് ഓൺ ആക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലൈറ്റ് ഓൺ ആക്കണം എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആളുകളെ ഡിറ്റക്ട് ചെയ്യുന്ന ടൈപ്പ് ഓഫ് മീൻസ് എന്തെങ്കിലും ഒബ്സ്റ്റക്കിൾ ഉണ്ടോ എന്നൊക്കെ ഡിറ്റക്ട് ചെയ്യുന്നതാണ് ഈ പ്രോക്സിമിറ്റി സെൻസർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബേസിക്കലി കപ്പാസിറ്റി സെൻസർ, അൾട്രാസോണിക് സെൻസർ ആൻഡ് ആക്സിലോമീറ്റേഴ്സിലൊക്കെ യൂസ് ചെയ്യുന്നത് എന്താ, പ്രോക്സിമിറ്റി സെൻസേഴ്സ് ആണ്. അപ്പൊ ഇതൊക്കെയാണ് മൊഡ്യൂൾ 4 വരുന്ന ഒരു സെക്ഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് IoT എന്താണെന്നുള്ള ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഇന്റർനെറ്റ് ഓഫ് തിങ്സ് ആണ്. ഇൻട്രൊഡക്ഷൻ, ആർക്കിടെക്ചർ ഓഫ് IoT, ഇംപ്ലിമെന്റേഷൻ ഓഫ് സ്മാർട്ട് സിറ്റി, സ്ട്രീറ്റ് ലൈറ്റിംഗ്, സ്മാർട്ട് പാർക്കിംഗ് ഒക്കെ ഒരു എക്സാമ്പിൾ ആണ് എന്താ IoTയുടെ, ഇന്റർനെറ്റ് ഓഫ് തിങ്ങിന്റെ എക്സാമ്പിൾ. ബേസിക്കലി ഈ സെൻസേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് IoT ആപ്ലിക്കേഷൻസിലെല്ലാം ഓരോരോ സെൻസേഴ്സ് യൂസ് ചെയ്യാനുണ്ട്. ബേസിക്കലി സെൻസേഴ്സ് ആണ് വർക്കിംഗ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ സെൻസേഴ്സ് ആണ് പലതിനെയും ഡിറ്റക്ട് ചെയ്യുന്നതും അതിന് വേണ്ട നമ്മളൊരു പ്രൊസസർ വെച്ചിട്ട് അതിനെ കൺട്രോൾ ചെയ്യുന്ന ഓരോ സെൻസേഴ്സിനെയും. അത്തരത്തിലുള്ള IoT ബേസ്ഡ് സിസ്റ്റം, നമ്മുടെ ആർക്കിടെക്ചർ ഓഫ് IoT പഠിക്കാനുണ്ട്. ഇംപ്ലിമെന്റേഷൻ ഓഫ് സ്മാർട്ട് സിറ്റി എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതും, ആൻഡ് അതുപോലെ സ്ട്രീറ്റ് ലൈറ്റിംഗ്, എങ്ങനെയാണ് IoT വെച്ചിട്ട് സ്ട്രീറ്റ് ലൈറ്റ് വർക്ക് ചെയ്യുക എന്നുള്ളത്, അങ്ങനെ ഒരു സ്ട്രീറ്റ് ലൈറ്റിന്റെ എങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്നുള്ളത്, ആൻഡ് അതുപോലെ സ്മാർട്ട് പാർക്കിംഗ്, അതായത് പാർക്കിംഗ് വേക്കൻറ്റ് ആണോ എന്നുള്ളത്, അവിടെ പാർക്ക് ചെയ്യാൻ എത്തുന്നതിന്റെ മുന്നേ നമുക്കറിയാം, ഇതൊക്കെ നമുക്ക് IoT വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ആ ടാസ്കുകളൊക്കെ എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് മൊഡ്യൂൾ 4 വരുന്ന ലാസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത്. സോ മൊഡ്യൂൾ 4 ബേസിക്കലി ഇലക്ട്രോണിക്സ് തന്നെയാണ്. അപ്പൊ ഇത്രയാണ് നമുക്ക് 4 മൊഡ്യൂളുകളിലായിട്ട് കവർ ചെയ്യാനുള്ളത്. ഓക്കെ, ക്ലിയർ ആണോ? ഇനി ഇതിന്റെ ഇൻഡസ്ട്രിയൽ അപ്ലിക്കേഷൻ എവിടെയാണ് വരുന്നത് നോക്കാം. മൊഡ്യൂൾ 1ന്റെ അപ്ലിക്കേഷനിൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞു ഇലക്ട്രിക് പവർ ജനറേഷൻ ഇൻ പവർ സ്റ്റേഷൻസിലൊക്കെ നമുക്ക് എന്താണ് നമ്മൾ ആദ്യം പറഞ്ഞ ആ ഒരു ടോപ്പിക് അപ്ലിക്കബിൾ ആണ്. ആൾട്ടർനേറ്റേഴ്സ് ഇൻഡസ്ട്രിയൽ പവർ സപ്ലൈ, ഇൻഡസ്ട്രിയൽ പവർ സപ്ലൈസിൽ ആൾട്ടർനേറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇലക്ട്രിക്കൽ മെഷീൻസ് ആൻഡ് എക്യുപ്മെന്റ് ഡിസൈൻസിന് നമുക്ക് ആ മൊഡ്യൂൾ 1 പഠിക്കുന്നതോടുകൂടി കാര്യമുണ്ട്. DC സർക്യൂട്ട് കൺട്രോൾസ് ആൻഡ് പ്രൊട്ടക്റ്റീവ് സിസ്റ്റംസിലൊക്കെ നമുക്ക് എന്താണ് ഈ ഒരു മൊഡ്യൂളിന്റെ അപ്ലിക്കേഷൻ വരുന്നുണ്ട്. വോൾട്ടേജ് ആൻഡ് കറന്റ് ഡിവൈഡർ അപ്ലിക്കേഷൻസ്, വോൾട്ടേജ് ആൻഡ് കറന്റ് ഡിവൈഡർ അപ്ലിക്കേഷൻസ് ബേസിക്കലി ഇപ്പൊ ഒരു എന്താ ലോഡിലൂടെ പോകുന്ന കറണ്ട്
മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് ആ ഒരു മൊഡ്യൂളിന്റെ അപ്ലിക്കേഷൻ വരുന്നത്, ലാസ്റ്റ് സെക്ഷന്റെ അപ്ലിക്കേഷൻ വരുന്നത്. ആൻഡ് ഇനി മൊഡ്യൂൾ 2 വന്നിട്ട് ഇലക്ട്രിക് പവർ ജനറേഷൻ ഇൻ പവർ പ്ലാന്റ്സിൽ എങ്ങനെയാണ് ഇലക്ട്രിക് ട്രാൻസ്മിഷൻ നടക്കുന്നത്, അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് റിന്യൂവബിൾ എനർജി സിസ്റ്റം ഇൻ ഇൻഡസ്ട്രീസ് ഒരു അപ്ലിക്കേഷൻ ആണ്. ആൻഡ് ട്രാൻസ്ഫോമേഴ്സ് ഇൻ പവർ ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, ട്രാൻസ്ഫോമർ വെച്ചിട്ട് എങ്ങനെയാണ് പവർ ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നത്. 3-phase AC സപ്ലൈ ഫോർ ഇൻഡസ്ട്രിയൽ ലോഡ്സ്, 3-phase സപ്ലൈനെ പറ്റി പഠിക്കാനുണ്ട്. സോ ഇൻ ഇൻഡസ്ട്രിയൽ ലോഡ്സിൽ അതിന്റെ അപ്ലിക്കേഷൻസ് ഉണ്ട്. പിന്നെന്താണ് ഇലക്ട്രിക് മോട്ടോഴ്സ് ഇൻ ഇൻഡസ്ട്രിയൽ ഡ്രൈവ്സ് ആൻഡ് ട്രാക്ഷൻ, ബേസിക്കലി മോട്ടോഴ്സ് ആൻഡ് ട്രാക്ഷൻ ഒരു ഇമ്പോർട്ടന്റ് അപ്ലിക്കേഷൻ ആണ് നമ്മുടെ എന്താ പറയാ വെഹിക്കിൾ അപ്ലിക്കേഷൻസിൽ. ഓക്കെ, അപ്പൊ അത്തരത്തിലാണ് നമ്മുടെ മൊഡ്യൂൾ 1 and 2 അപ്ലിക്കേഷൻസ് വരുന്നത്. ആൻഡ് മൊഡ്യൂൾ 3 വന്നിട്ട് DC പവർ സപ്ലൈസ് ഇൻ ഇലക്ട്രോണിക് ഇൻഡസ്ട്രീസ് ആൻഡ് ഡിജിറ്റൽ സിസ്റ്റംസ് ഇൻ ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ. ബേസിക്കലി ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് തിങ് ആണ് ഡിജിറ്റൽ ഓട്ടോമേഷന്റെ കാര്യത്തിലൊക്കെ. ആൻഡ് അടുത്തത് അതിന് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് നിങ്ങൾക്ക് എന്തായാലും പഠിക്കാനുണ്ട്. പിന്നെ വരുന്നത് സിഗ്നൽ ആംപ്ലിഫിക്കേഷൻ ഇൻ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, ആംപ്ലിഫയേഴ്സ് പഠിക്കുന്നതോടുകൂടി കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ എന്തിനാണ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ ബേസിക്കലി ഒരു സിഗ്നലിനെ ട്രാൻസ്ഫോം ചെയ്യുന്നു മറ്റൊരു സ്ഥലത്തേക്ക് അല്ലെ. സോ ആ ഒരു ഏരിയയിൽ ആംപ്ലിഫയറിന്റെ അപ്ലിക്കേഷൻ ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് അതുപോലെ പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റംസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ അവിടെ അപ്ലിക്കേഷൻ ഉണ്ട്, ഇൻഡസ്ട്രിയൽ അപ്ലിക്കേഷൻ ആണ് നമ്മുടെ മൊഡ്യൂൾ 3 വന്നിട്ട്. ഇലക്ട്രോണിക് സ്വിച്ചിങ് ആൻഡ് കൺട്രോൾ സർക്യൂട്ട്സിൽ നമ്മൾ ഇതിന്റെ അപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. പിന്നെ മൊഡ്യൂൾ 4 അപ്ലിക്കേഷൻ ആയിട്ട് പറയാനുള്ളത് ഇൻഡസ്ട്രിയൽ പ്രോസസിംഗ് ആൻഡ് മോണിറ്ററിംഗ് കൺട്രോൾ ഒക്കെ ചെയ്യുന്നത് IoT യൂസ് ചെയ്തിട്ട്, കണ്ടീഷണൽ മോണിറ്ററിംഗ് ഓഫ് ഇൻ മെഷീനറി, ഇതൊക്കെ സെൻസേഴ്സും ഒക്കെ വെച്ചിട്ട് തന്നെയാണ് ഈ മെക്കാനിസംസ് ഒക്കെ നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഇനി ഓട്ടോമേഷൻ ആൻഡ് ഒബ്ജക്ട് ഡിറ്റക്ഷൻ സിസ്റ്റംസ്. ഓക്കെ, അപ്പൊ പ്രോക്സിമിറ്റി സെൻസേഴ്സ് ഒക്കെ വെച്ചിട്ട് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒബ്ജക്ട് ഡിറ്റക്ഷൻ ഒക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, അതൊക്കെ നമുക്ക് ഈ ഒരു സെൻസേഴ്സിന്റെ സെക്ഷൻ കവർ ചെയ്യുന്നതോടുകൂടി മനസ്സിലാവും. ഇനി അടുത്തത് സ്മാർട്ട് സിറ്റി, ഇന്റലിജന്റ് സ്ട്രീറ്റ് ലൈറ്റിംഗ്. അതായത് സ്ട്രീറ്റ് ലൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു ലൈറ്റിന്റെ കുറവ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് സ്ട്രീറ്റ് ലൈറ്റ് കത്തണം എന്നൊക്കെയുള്ള ആ ഒരു ടെക്നിക് ഒക്കെ IoT വെച്ചിട്ട് നമുക്കത് ചെയ്യാൻ വേണ്ടി പറ്റും. സോ അത്തരത്തിലുള്ള അപ്ലിക്കേഷൻസിലൊക്കെ എന്താണ് വരുന്നത്, IoT വരുന്നുണ്ട്. സോ അത്തരത്തിലുള്ള അപ്ലിക്കേഷൻ ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് അടുത്തത് സ്മാർട്ട് പാർക്കിംഗ് സിസ്റ്റം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്മാർട്ട് പാർക്കിംഗ് സിസ്റ്റം ഒക്കെ എന്താണ് ഇതിന്റെ ഒരു വളരെ വലിയ ഒരു ഇൻഡസ്ട്രിയൽ അപ്ലിക്കേഷൻ ആണ്. സോ നമുക്ക് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം ഓരോ മൊഡ്യൂളിൽ നിന്നും ഏതൊക്കെയാണ് ഇൻഡസ്ട്രിയൽ ലെവലിലുള്ള അപ്ലിക്കേഷൻസ് എന്നുള്ളത്. അപ്പൊ നമുക്ക് ഈ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോയില് ബേസിക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന നമ്മുടെ ഗ്രൂപ്പ് സിയിൽ വരുന്ന ഒരു സബ്ജക്റ്റ് ആണ്. സോ അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ ഈ ഒരു വീഡിയോ കാണുന്നതോടുകൂടി നിങ്ങൾക്ക് ഈ ഒരു മൊഡ്യൂളിൽ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് എന്നുള്ളതിന്റെ ഒരു റഫ് ഐഡിയ ആണ് ഞാൻ തന്നത്. അപ്പൊ നമുക്ക് അത്രയുള്ളൂ, നമുക്ക് ക്ലാസ്സുകളിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.